I am Kavya. അപ്പോൾ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തൊരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. Your first question: while dash agencies of socialization are predominantly important in infancy, dash agencies of socialization also become important in early childhood. Tertiary, secondary, second option primary, secondary, third option secondary, primary, fourth option secondary, tertiary. While dash agencies of socialization are predominantly important in infancy, dash agencies of socialization also become important in early childhood. അപ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് മൂന്ന് തരത്തിലാണ് സോഷ്യലൈസേഷൻ ഉള്ളത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം. പ്രൈമറി സോഷ്യലൈസേഷൻ. This occurs during infancy and early childhood. Primary socialization involves the initial learning of social norms, value, language, and behavior primarily from family members, caregivers, and close relatives. These are the foundational experiences that shape a person's understanding of the world. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇൻഫാൻസി പീരീഡ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡില് ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ, ഇനി ജോലി ചെയ്യുന്ന അച്ഛനമ്മമാരാണെങ്കിൽ കെയർ ഗിവേഴ്സ് ഉണ്ടാവൂലേ, മക്കളെ അവരുടെ കുട്ടികളെ നോക്കി വളർത്തുന്നവരുണ്ടാവൂലേ, അവരുടെ ബിഹേവിയർ, അതുപോലെ ക്ലോസ് റിലേറ്റീവ്സുമായിട്ടുള്ള അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന നോംസ്, വാല്യൂസ്, ലാംഗ്വേജ്, ബിഹേവിയർ, ഇതിനെ എല്ലാമാണ് ഫ്രണ്ട്സ് നമ്മൾ ജനറലി എന്തായി പറയുന്നത്, പ്രൈമറി സോഷ്യലൈസേഷൻ. ഒരു കുട്ടി ജനിച്ച ഒരു ഇൻഫാൻസി പീരീഡ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് വരുന്ന സമയത്ത് മ്യൂച്വൽ ഇന്ററാക്ഷൻസ് വഴി ആരൊക്കെ തമ്മിലുള്ള ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി കുട്ടി നേടിയെടുക്കുന്ന കുറെ നോംസ്, പ്രിൻസിപ്പൽസ്, വാല്യൂസ്, ലാംഗ്വേജ്, ഇതിനെയെല്ലാമാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി സോഷ്യലൈസേഷൻ മീൻസ് this stage follows primary socialization and continues throughout the life. Secondary socialization involves learning additional social roles and norms outside the family environment, such as in school, peer group, religious institution, and media. During early childhood, secondary socialization starts becoming more prominent as child interact more with peers, teachers, and other adults outside their immediate family. അപ്പൊ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി തങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാര്, കെയർ ഗിവേഴ്സ്, അങ്ങനെ ഒരു വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള അന്തരീക്ഷവുമായിട്ട് ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് ഫ്രണ്ട്സ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പെർട്ടിക്കുലർ കുട്ടിക്ക് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ, അതായത് ഫാമിലി സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമല്ല ആ കുട്ടി ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, നോംസ്, ലാംഗ്വേജ് ഇതെല്ലാം പഠിക്കുന്നത്. മറിച്ച് എവിടെ നിന്നാ ഫ്രണ്ട്സ്? പുറമേ നിന്ന് സൊസൈറ്റിയുമായി ഇന്ററാക്ട് ചെയ്യുന്നു, സ്കൂൾസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിയർ ഗ്രൂപ്പ്, ഒരേ ഏജ് ഉള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പഠിക്കുന്നുണ്ട് അല്ലെ, ഒരു പെർട്ടിക്കുലർ ചൈൽഡ്. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെർഷ്യറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെർഷ്യറി സോഷ്യലൈസേഷൻ refers to the learning that occurs in specialized institutions later in life, such as college, workplace, or specific interest group. This stage typically comes much later in development and is not relevant to infancy or early childhood. ഇൻഫാൻസി പീരീഡോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡോ ആയിട്ട് ബന്ധമല്ല. ബേസിക്കലി ആ കുട്ടി വളർന്ന് ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആ ഒരു ഏജ് കാറ്റഗറി 18+ അല്ലേ, അതാണ് കോളേജ് ലൈഫ് വരുന്നത്. അപ്പൊ അങ്ങനെ കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോളേജിൽ ഒരുപാട് റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതിൽ നിന്നും ആ കുട്ടി എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. വർക്ക് പ്ലേസ് ആണെങ്കിൽ സിൻസിയാരിറ്റി,
അങ്ങനെ മുതലായിട്ടുള്ള കുറെ ട്രേറ്റ്സ്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, കുറെ ക്വാളിറ്റീസ് ആ കുട്ടി അവിടെ നിന്നും പഠിച്ചെടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരിക്കലും ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ അവിടെ നിന്നും ലഭിക്കാത്ത കുറെ കാര്യങ്ങൾ പുറത്തൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ആ കുട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ, കുട്ടിയല്ല ആ ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് ടെർഷ്യറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സപ്പോസ് ഒരു കുട്ടിക്ക് വിത്തിൻ ദ ഫാമിലി, ആ ഒരു ഇൻഫാൻസി അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡില് വിത്തിൻ ദ ഫാമിലി ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ്. എന്താ സോഷ്യലൈസേഷൻ? ലാംഗ്വേജ് പഠിക്കുക, കൾച്ചർ പഠിക്കുക, നോംസ്, വാല്യൂസ്, ഇതൊക്കെ പഠിക്കുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിത്തിൻ എ ഫാമിലി ആണെങ്കിൽ അതിനെ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയും. എന്നാൽ ഒരു സ്കൂൾ ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വി ഹാവ് ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ, ആൻഡ് കോളേജ്, വർക്ക് പ്ലേസ്, ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ വി ഹാവ് ദ ടെർഷ്യറി സോഷ്യലൈസേഷൻ. അവിടെ എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? While dash agencies of socialization are predominantly important in infancy. Infancy period ഏതാണ്? നമ്മളിതാ ഇതൊന്ന് പഠിച്ചു അല്ലേ, സെക്കൻഡ് വൺ, അതായത് പ്രൈമറി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, സോ ഇത് തന്നെയാണ് വരിക അല്ലെ. Dash agencies of socialization also becomes in early childhood. Early childhood എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ ദാ പിയർ ഗ്രൂപ്പും എല്ലാം വരും അല്ലെ. വെറും ഫാമിലി മാത്രമല്ല, ഫാമിലി മാത്രമാണെങ്കിൽ പ്രൈമറി വരും. ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് വരുമ്പോൾ കുട്ടി വിദ്യാലയങ്ങളിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുക കൂടി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും? സെക്കൻഡറി സോഷ്യലൈസേഷനും വരും. അപ്പൊ ഇൻഫാൻസി പീരീഡില് പ്രൈമറി ആകുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡില് സെക്കൻഡറിയും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം. According to Lev Vygotsky, social factors influence language development but not cognitive development. Cognitive development facilitates language development. Language development and cognitive development advance independent from each other. Language development facilitates cognitive development. Lev Vygotsky എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് 1896 to 1934 ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഒന്നുകൂടെ ഓർക്കുക, ലെവ് വൈഗോസ്കി ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1896 to 1934 ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു. ബേസിക്കലി പറയുന്നത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ കൾച്ചർ, അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻ മുതലായവ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഗവേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ലെവ് വൈഗോസ്കി പോസ്റ്റുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾ. ഒന്നോടെ ഓർക്കുക, പഠിച്ചിട്ട് തന്നെ പോവുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ലെവ് വൈഗോസ്കി ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമയം എന്ന് പറയുന്നത് 1896 to 1934 ആയിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അദ്ദേഹം സോഷ്യൽ ഇന്ററാക്ഷനും കൾച്ചറൽ ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഒന്നാമത്തത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ZBD refers to the gap between what a learner can do independently and what they can achieve with the guidance and support of a more knowledgeable other, such as a teacher or peer. Vygotsky believed that learning should occur within the zone of proximal development to promote optimal development. എന്താ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ലേണർ, നമ്മളിപ്പോ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലെ, എന്നാൽ നമുക്ക് അറിയാത്ത, നമുക്ക് ധാരണയുള്ള ഒരു കാര്യം ഉണ്ടാവും, പക്ഷെ അത് വെറും ഒരു ബേസ് നോളേജ് മാത്രമായിരിക്കും. അതിൽ കൂടുതലായിട്ട് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. കാരണം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമുക്ക് എംപ്ലോയ്മെന്റ് ആവശ്യമാണ്, നമുക്ക് റിലേഷൻഷിപ്സ് ആവശ്യമാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നോളേജബിൾ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ നമ്മളെ കൊണ്ട് ആ ഒരു ഗ്യാപ്പിനെയാണ് ശരിക്കും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമുക്ക് എന്തറിയാം, നമുക്ക് എന്തറിയില്ല, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ടീച്ചറിന്റെയോ അല്ലെങ്കിൽ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെയോ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കി, എങ്ങനെ
ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ നോളേജിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമുക്ക് അറിയാത്തൊരു കാര്യവും അറിയുന്ന ഒരു കാര്യത്തിനെയും ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ സക്സസ് ക്രാക്ക് ചെയ്യാനായി പറ്റും എന്നുള്ള കാര്യമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറയുന്നത്. അടുത്തത് സ്കാഫോൾഡിംഗ്. Scaffolding is a process by which a more knowledgeable individual provides support and guidance to a learner within their zone of proximal development. The support is gradually withdrawn as the learner becomes more capable, allowing them to take on more responsibility for their own learning. അപ്പൊ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പറയൂലേ, ഈ കുട്ടികൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അവര് വരുന്ന സമയത്ത് they are just like a എന്താണ്, ഒരു ബ്ലാങ്ക് പേപ്പർ ആണ്. അതിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. അത് തന്നെയാണ് സ്കാഫോൾഡിംഗ് പ്രിൻസിപ്പിളിലും പറയുന്നത്. ലെവ് വൈഗോസ്കി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ലേണർ ചിലപ്പോൾ കുറച്ച് ധാരണയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തിയെ മോൾഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോമിലേക്ക് ആക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഒരു ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നത് ആരാ? ടീച്ചർ അല്ലെങ്കിൽ പിയർ ആണ്. അപ്പൊ ഈ ടീച്ചർ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്കാഫോൾഡിംഗ് സംഭവിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് കൾച്ചറൽ ടൂൾസ്. Vygotsky emphasized the role of cultural tools such as language, symbol, and artifacts in cognitive development. These tools mediate the relationship between individuals and their environment, shaping the way people think and solve problems. അപ്പൊ അതായത് നമ്മുടെ കൾച്ചറൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാംഗ്വേജ്, അതുപോലെയുള്ള പലതരത്തിലുള്ള കോൺസെപ്റ്റുകളും ബേസിക്കലി എന്ത് ചെയ്യാറുണ്ട്? ഒരു വ്യക്തിയുടെ ലൈഫിനെ എഫക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരു ഇൻഡിവിജ്വലും അവരുടെ എൻവിറോൺമെന്റ്, നമ്മളുടെ എൻവിറോൺമെന്റ് നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് എന്താ വർക്ക് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിലിറ്റി നമുക്ക് അവിടെ തോന്നുന്നു അല്ലെ. അതുപോലെ നല്ലൊരു അന്തരീക്ഷത്തിൽ, നമ്മൾ എപ്പോഴും പറയും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു നല്ല അന്തരീക്ഷത്തിൽ വളർത്തണം എന്ന്. കാരണം എന്താ വെച്ചാൽ നല്ല അന്തരീക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്യും അല്ലെ. അപ്പൊ ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ ചുറ്റുപാടിനെ ആശ്രയിച്ചാണ് കിടക്കുന്നത്. ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു രണ്ട് ലാറ്റിൻ വേർഡ്സിന്റെ കോമ്പിനേഷൻസ് ആണ്. ആർടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ARTE, ആർടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് സ്കിൽ. ARTE എന്നും എഴുതാറുണ്ട്, ARTI എന്നും എഴുതാറുണ്ട്. RT or RT represents by skill, by skill, by skill. Okay, അടുത്തത് by skill. Fact means to make. Fact means to make. Fact means to make. അതിന്റെ മീനിങ് എഴുതിക്കോളൂ. Something, something crafted, something crafted that was used for something crafted, 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 crafted that was used for a particular purpose during a much earlier time, അതായത് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കില്ല് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാലിബർ, അല്ലെങ്കിൽ ഒരു മുൻപ് നമ്മൾ ഡെവലപ്പ് ചെയ്ത പലതരത്തിലുള്ള കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ കൾച്ചർ അല്ലെ. നമ്മൾ പണ്ട് ഇന്ത്യയിലെ ഗ്രേറ്റ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയും പ്രിസർവ് ചെയ്യപ്പെടേണ്ട കൾച്ചറൽ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, വാല്യൂസ് ഉണ്ടായിരുന്നു. സോ വി വിൽ ജസ്റ്റ് കൺസേർവ് ഇറ്റ്. അടുത്തത് സോഷ്യൽ ഇന്ററാക്ഷൻ. Vygotsky viewed social interaction as essential for cognitive development. He argued that children learn through their interaction with others who provide them with the opportunity to internalize cultural knowledge and skills. Social interaction വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം ഓരോ കുട്ടികളും എന്താ ചെയ്യുന്നത്? പരസ്പരം ഇന്ററാക്ട് ചെയ്ത് പരസ്പരം ബിഹേവ് ചെയ്തിട്ടാണ് അവര് പഠിക്കുന്നത്. അടുത്തത് പ്രൈവറ്റ് സ്പീച്ച്. Vygotsky observed that young children often engage in private speech, talking to themselves as they work through tasks.
He believed that private speech plays a crucial role in self-regulation and problem solving as children use language to guide their actions and thought. പ്രൈവറ്റ് സ്പീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ലെവ് വൈഗോസ്കി എപ്പോഴും പറയുന്നതാണ്. അതായത് കുട്ടികൾ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഇപ്പൊ കളിക്കുന്ന സമയത്ത് കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അവർ ബേസിക്കലി എന്താ സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജും അവരുടെ എബിലിറ്റിയും സെൽഫ് റെഗുലേഷൻ പ്രോബ്ലം സോൾവിങ് ഇതിനെല്ലാം സ്വന്തമായിട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ചില്ലല്ലോ അപ്പൊ എന്താ ചെയ്യാ സ്വന്തമായി തന്നെ കുട്ടികൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. Vygotsky emphasized the importance of considering culture and historical context in which development occurs. He argued that individuals are shaped by the cultural practices and value of their society, and that development cannot be understood in isolation from these influences. ഒരു വ്യക്തിയെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു സമൂഹത്തിന്റെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും പറയും ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതെന്താ നമുക്ക് വലിയ രീതിയിൽ പ്രിസർവ് ചെയ്യപ്പെടേണ്ട കുറെ രീതിയിലുള്ള ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ ഉണ്ട് അല്ലെ. അതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിലും നമ്മുടെ വൈഗോസ്കി ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനായിരുന്നു. അദ്ദേഹം കൺസിഡർ ചെയ്തത് ലാംഗ്വേജിനെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ടൂൾ ഫോർ തോട്ട് എന്നാ പറയുന്നത്. ലാംഗ്വേജ് ഇസ് നോട്ട് ഓൺലി എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബട്ട് എ ടൂൾ ഫോർ തിങ്കിങ്. ത്രൂ ലാംഗ്വേജ് ഇൻഡിവിജ്വൽസ് ക്യാൻ ലേബൽ ആൻഡ് കാറ്റഗറൈസ് ദിയർ എക്സ്പീരിയൻസസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് പ്ലാൻ ഫ്യൂച്ചർ ആക്ഷൻസ്. അതായത് ഓരോ വ്യക്തികൾക്കും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനും വലിയ വലിയ രീതിയിൽ ലാംഗ്വേജ് പ്രോപ്പർ ആയിട്ട് നമ്മൾ വളരെയധികം ബേസിക് നോളേജ് ഉള്ള ഒരാളാണ് ലാംഗ്വേജിലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും എന്ത് സഹായിക്കും? ലാംഗ്വേജ് സഹായിക്കും. സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. വൈഗോസ്കി ലാംഗ്വേജിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. Through interactions, children learn not only words and grammar, but also cultural meanings and conventions associated with communication. അല്ലെ, അതായത് കുട്ടികള് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പാരന്റ്സ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും പിയർ ഗ്രൂപ്പ്സ് ആയിട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അവർ കോൺസെപ്റ്റുകളെ കുറിച്ച് മാത്രം പഠിക്കോ, വേർഡ് പഠിക്കോ, ഗ്രാമർ ഉപയോഗിക്കാൻ പഠിക്കോ ഒന്നും അല്ല ചെയ്യുന്നത്. അവര് ഓരോ കാര്യങ്ങളുടെയും മീനിങ് എന്താ, ഓരോ വേർഡിന്റെയും ഇമ്പോർട്ടൻസ് എന്താ എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലാംഗ്വേജ് ആൻഡ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് അറിയുന്ന കാര്യവും അറിയാത്ത കാര്യവും തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ വരുന്നത് അല്ലെ. ശരിക്കും ലേണേഴ്സിന് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ നമുക്കൊരു ഗൈഡൻസും ഫീഡ്ബാക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷനുമാണ് അവിടെ ലഭിക്കുന്നത്. ഈ ലാംഗ്വേജിന് നമുക്ക് കോഗ്നിറ്റീവ് ഗ്രോത്ത് ആയിട്ടും വൈഗോസ്കി പറയുന്നുണ്ട്. കാരണം മെന്റൽ പരമായിട്ട് അല്ലെ നമുക്ക് ഡെവലപ്മെന്റ് ലാംഗ്വേജിലൂടെ ലഭിക്കുന്നു, ഇന്ററാക്ടിവിറ്റി ലഭിക്കുന്നു, പല ആൾക്കാരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അത് ലാംഗ്വേജിലൂടെയാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് വേണം. ഓരോ വ്യക്തികളുടെയും തോട്ട്സ് സിംബോളിക്കലി സിമ്പിൾ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസസ് അതുപോലെ അവരുടെ കോൺസെപ്റ്റ്സ് ഇതിനെല്ലാം വ്യക്തമാക്കാനും ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം, അക്കോർഡിംഗ് ടു ലെവ് വൈഗോസ്കി social factors influence language development but not cognitive development. Cognitive development facilitates language development. Language development and cognitive development advance independent from each other. Language development facilitates cognitive development. നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്ത അത് തന്നെയാണ് അല്ലേ. So your fourth one is your right answer. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. At which level of Lawrence Kohlberg's moral reasoning do children typically believe that people should live up to the expectation of the society and behave in good ways? Post-operational level, pre-operational level, post-operational level, pre-conventional level, conventional level, pre-operation level.
കൺവെൻഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ at this level which typically occurs in the early childhood, moral reasoning is based on obedience and punishment. നീ ഇതുപോലെ ചെയ്യണം ഇല്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും എന്ന് നമ്മൾ പറയാറില്ലേ, അതൊക്കെ നടക്കുന്നത് പ്രീ കൺവെൻഷനൽ ആണ്. അവിടെ ബേസിക്കലി എന്താ വെച്ചാൽ കുറെ റൂൾസ്, എന്തിനാ ആ റൂൾസ്? അമ്മ പറയണ പോലെ കേൾക്കുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, എന്തിനാ? അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യുന്നു, കുട്ടികള് വേസ്റ്റ് മെറ്റീരിയൽസ് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നു, അപ്പൊ നമ്മൾ ക്ലാപ്പ് കൊട്ടുന്നു, അപ്പൊ അവർക്ക് അതൊരു പ്രചോദനാണല്ലേ. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി ഏത് സ്റ്റേജിലാ? പ്രീ കൺവെൻഷനൽ ലെവലിലാണ്. അപ്പൊ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ്? നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ബേസിസിലാ, അല്ലെങ്കിൽ എന്താ അവർക്കൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ള ബേസിസിലാ ആ കുട്ടികൾ അത് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെയാണ് പ്രീ കൺവെൻഷനൽ ലെവൽ എന്ന് പറയുന്നത്. എന്താ കൺവെൻഷനൽ ലെവൽ? This level typically emerges in the late childhood and early adolescence. At this stage, individuals begin to internalize societal norms and expectations. They conform to rules and guidelines to gain approval from others and maintain social order. Moral reasoning is based on interpersonal relationship. Individuals at this level believe that it is important to uphold social convention and meet the expectation of others. അപ്പൊ കൺവെൻഷനൽ ലെവൽ എന്ന് പറഞ്ഞാൽ ലേറ്റ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഏർലി അഡോളസൻസ് പീരീഡിലാണ്. സൊസൈറ്റിയിൽ കുറെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. സോ ഞാനത് ചെയ്യണം. ഇനി ഞാൻ വേറൊരാൾക്ക് വേണ്ടി, കാരണം പിയർ ഗ്രൂപ്പ്സ് ഒക്കെ ജനറലി ആ ഒരു ഏജ് വരിക. അപ്പം എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഇത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യണം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, അതിന് ഞാൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ് കൺവെൻഷനൽ ലെവൽ. പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ എന്ന് പറഞ്ഞാൽ അഡോളസൻസ് ആൻഡ് അഡൽട്ട്ഹുഡ് പീരീഡിലാണ്. സാധാരണ കുട്ടികൾ ചോദിക്കൂലേ, ഇതെന്താ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ എന്താ പറ്റാൻ പോണത് എന്നൊക്കെ, ഇത് എന്റെ എത്തിക്കൽ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു ലെവലാണ് പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ. അവരൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, ജസ്റ്റിസ് ഇല്ലേ ഞങ്ങൾക്ക്, ഈക്വാലിറ്റി ഇല്ലേ ഞങ്ങൾക്ക്, ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ലെവലാണ് പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ. അപ്പൊ ഇങ്ങനെ പ്രീ പോസ്റ്റ് കൺവെൻഷനൽ ഇത്രയുമാണ് ജനറലി എന്തായിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ ഇതിൽ എന്താ നമ്മളോട് ചോദിച്ചത്? അറ്റ് വിച്ച് ലെവൽ ഓഫ് ലോറൻസ് കോഹിൽബർഗ്സ് മോറൽ റീസണിംഗ് ഡു ചിൽഡ്രൻ ടിപ്പിക്കലി ബിലീവ് ദാറ്റ് പീപ്പിൾ ഷുഡ് live up to the expectation of the society and behave in good way. ഏതാണ്? കൺവെൻഷനൽ ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താ? പ്രീ കൺവെൻഷനൽ പഠിച്ചു, കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനൽ, പ്രീ കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനൽ ആൻഡ് കൺവെൻഷനൽ. പ്രീ ഓപ്പറേഷണൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.